എല്ലാവർക്കും ഗുൽദസ്ത ഹിന്ദി ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനം. ഈ ഹിന്ദി ദിനത്തിൽ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അതായത് ഹിന്ദി അധ്യാപകർ നേരിട്ട് കണ്ടിരിക്കുന്ന വെല്ലുവിളികളൊക്കെയാണ് ഈ ചിന്തയിൽ ആധാരമായിട്ടുള്ളത്. അതിനാൽ തന്നെ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്കറിയാം, 5ാം തരത്തിൽ ഇപ്പോൾ ഹിന്ദിക്ക് ആകെ 2 പീരീഡുകൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് 5ാം തരത്തിൽ ഹിന്ദിക്ക് വെറും 2 പീരീഡ് മാത്രമുള്ളത്? പുതിയൊരു ഭാഷ പഠിക്കുകയാണ് 5ാം ക്ലാസ്സിൽ, അല്ലേ? അപ്പോൾ ഈ പുതിയൊരു ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അത് പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഹിന്ദിക്ക് ആഴ്ചയിൽ 3 പീരീഡെങ്കിലും ഉണ്ടായാൽ വളരെ നന്നായേനെ. അത് പരീക്ഷയ്ക്ക് പാഠം തീർക്കുക എന്നതിനപ്പുറം കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കാൻ അവസരമൊരുക്കും. മാത്രമല്ല, അതുവഴി ഹിന്ദിക്ക് ആഴ്ചയിൽ പീരീഡ് കൂടുക വഴി പുതിയ തസ്തികകൾക്കും വഴി തുറക്കുമല്ലോ. അത് ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന, സർവീസിൽ കയറാൻ കൊതിക്കുന്ന ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുകയും ചെയ്യും. മറ്റൊന്ന്, കലോത്സവ ഇനങ്ങളിൽ എന്തുകൊണ്ടാണ് ഹിന്ദിക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കാത്തത്? അറബി കലോത്സവം, സംസ്കൃതോത്സവം എന്നിങ്ങനെ മറ്റു ഭാഷകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടും ഭരണഭാഷയാണല്ലോ നമ്മുടെ ഹിന്ദി. എന്നിട്ടും ഭരണഭാഷയായ ഹിന്ദിക്ക് അവഗണന തന്നെയാണ് നിലവിലുള്ളത്. ഇത് തീർച്ചയായിട്ടും വളരെ പ്രയാസകരമായ കാര്യം തന്നെയാണ്. മറ്റൊന്ന്, കലോത്സവ മാനുവലിൽ ഹിന്ദിയുടെ ഇനങ്ങൾ തുലോം കുറവാണ്. UP തലത്തിൽ കവിതാരചന, ഉപന്യാസം എന്നിവ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിക്കൂടാ? അവയിലും കഴിവുള്ള UP വിഭാഗം കുട്ടികളുണ്ടാവാമല്ലോ. ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടല്ലോ. ഇതിലൂടെ അവർക്കും ഒരു അവസരം ലഭിക്കുമല്ലോ. ഹിന്ദി ഭാഷയ്ക്കുള്ള പ്രാധാന്യം കൂടി വരികയാണല്ലോ. അതായത് ഒരുപാട് ഹിന്ദിക്കാർ നമ്മുടെ നാടുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് 1ാം ക്ലാസ് മുതൽ ഹിന്ദി ആരംഭിക്കാൻ ഇനിയും അമാന്തിക്കുന്നു? അതുവഴി ഹിന്ദിയിൽ കുട്ടികൾക്ക് താല്പര്യമുണ്ടാക്കിയെടുക്കാനും ഹിന്ദിയിൽ കൂടുതൽ പ്രാവീണ്യം നേടാനും അത് അവസരമൊരുക്കുമല്ലോ. ഹിന്ദി അധ്യാപകരെ വാർത്തെടുത്തിരുന്ന ഹിന്ദി കോളേജുകൾ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇന്നുള്ളത്. അവയെ പുനരുജ്ജീവിപ്പിക്കുകയോ അല്ലെങ്കിൽ എല്ലാ കോളേജുകളിലും ഹിന്ദി ഒരു വിഷയമായി പഠിപ്പിക്കുകയോ ചെയ്താൽ ഹിന്ദി രംഗത്ത് കൂടുതൽ ഉയരാൻ ആഗ്രഹിക്കുന്നവർക്കും ഹിന്ദി അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്കും അത് വലിയൊരു സൗഭാഗ്യമായിരിക്കും. ഇന്ന് കേരളത്തിൽ ഹിന്ദി BEd പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളില്ല എന്നാണ് എൻ്റെ അറിവ്. എന്തുകൊണ്ട് തൃശ്ശൂരും തിരുവനന്തപുരത്തുമുള്ള ഹിന്ദി DLEd സ്ഥാപനങ്ങൾ BEd സ്ഥാപനങ്ങളാക്കി ഉയർത്തിക്കൂടാ? അല്ലെങ്കിൽ എന്തുകൊണ്ട് എല്ലാ BEd കോളേജുകളിലും ഹിന്ദി വിഷയം ഉൾപ്പെടുത്തിക്കൂടാ? ഹിന്ദി DLEd അഥവാ ഡിപ്ലോമ ഇൻ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ MA യോഗ്യതയുള്ള പലർക്കും നിലവിൽ MEd ചെയ്യാൻ അവസരമില്ല. BEd നിർബന്ധമാണത്രേ. എന്തുകൊണ്ട് DLEdകാർക്കും MEd ചെയ്യാൻ അവസരം നൽകിക്കൂടാ? DLEd കോഴ്സ് BEdന് തുല്യമാക്കിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുമ്പ്. പക്ഷേ ഇപ്പോൾ അത് എടുത്തു കളഞ്ഞു. അത് വീണ്ടും അത്തരത്തിൽ DLEd കോഴ്സ് BEdന് തുല്യമാക്കുകയും ചെയ്താൽ ആശ്വാസകരം തന്നെയാണ്. ഇത്രയും ചില സുപ്രധാന ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നത്. ഹിന്ദി ദിനാഘോഷം ചടങ്ങുപോലെ ഓരോ വർഷവും നടക്കുമ്പോഴും ഹിന്ദിക്ക് വേണ്ടത്ര പരിഗണന കേരളത്തിൽ ലഭിക്കുന്നുണ്ടോ എന്ന കാര്യം നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഇനിയും എന്തേ നാം തയ്യാറാവാത്തത്? ഹിന്ദി ഭാഷയുടെ ഉയർച്ചയ്ക്കായി നമുക്ക് എന്തുകൊണ്ട് ഒറ്റക്കെട്ടായി നീങ്ങിക്കൂടാ? അപ്പോൾ ഇവിടെ ഹിന്ദി അധ്യാപകരോടൊപ്പം തന്നെ സമൂഹവും ഇതൊരു വിഷയമാക്കി എടുത്തുകൊണ്ട് അധികാരികളിലേക്ക് ഈ ഒരു കാര്യം എത്തിക്കണമെന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു അധ്യാപക സംഘടനകളും ഹിന്ദി ഭാഷയുടെ ഉന്നമനത്തിനു വേണ്ടിയും മക്കളുടെ ഹിന്ദി പഠനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ഇത്തരം നിർദ്ദേശങ്ങളെ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവരിലേക്കും ഈ ചിന്തകൾ സമർപ്പിക്കുന്നു. ആപ് സബിക്കോ ഹിന്ദി ദിവസ് കി ഢേർ സാരി ശുഭകാമനായി. എല്ലാവർക്കും ഹിന്ദി ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. സബ്കോ ധന്യവാദ്.